ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എരിശ്ശേരി എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ എപ്പോഴും ചെയ്യുന്ന പോലെ മത്തനും പയറും അങ്ങനെ ഇട്ടിട്ടുള്ള എരിശ്ശേരി, അതായത് കട്ടിക്ക് വെക്കാറുണ്ട്, ഒഴിച്ചുകൂട്ടാൻ പോലെ വെക്കാറുണ്ട്. ഒരുപാട് പേര് പല വ്യത്യാസമായിട്ടാണ് എരിശ്ശേരി ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളി എരിശ്ശേരിയാണ്. ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉള്ളി എരിശ്ശേരിയെ കുറിച്ച്. ഇന്ന് അത് ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഞാൻ എരിശ്ശേരി ചെയ്തിരിക്കുന്നത്. ഉള്ളി എരിശ്ശേരി അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. വരൂ നമുക്ക് കാണാം ഉള്ളി എരിശ്ശേരി. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ വെള്ളപ്പയർ, വൻപയർ എന്ന് പറയുന്ന സംഭവം, വെള്ളപ്പയർ ഞാനൊരു 5-6 മണിക്കൂർ കുതിർത്തിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കുതിർത്തിട്ടോളൂ. ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കുക. എത്ര വെള്ളപ്പയർ? 1 കപ്പ് വെള്ളപ്പയർ. ഓക്കെ, നന്നായിട്ട് കുതിർത്തിട്ട് ഇനി ഇത് നന്നായി കഴുകണം. കഴുകിയിട്ട് നമുക്ക് ഒരു 4-5 വിസിൽ കൊടുത്തിട്ട് വേവിക്കാം. നമ്മള് മറ്റേ എരിശ്ശേരിയില്ലെങ്കിൽ എരിശ്ശേരിയിൽ നമ്മൾ എന്താ ചെയ്യുക, മത്തൻ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ കടല അതൊക്കെ ആവുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രോസസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എരിശ്ശേരിയിൽ ഭയങ്കര കൂടുതലാണ്. അതായത് വേവാനുള്ള സമയം, അതിൽ പിടിക്കാനുള്ള സമയമൊക്കെ കൂടുതൽ വേണം. നേരെ മറിച്ച് ഈ ഉള്ളി എരിശ്ശേരിയിൽ നമുക്ക് അത്രയ്ക്കൊന്നും സമയം ആവശ്യമില്ല. ഇവൻ വേവേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ചെറിയ ഉള്ളിയാണ് കാര്യം നടത്താൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കപ്പ് എടുത്തു, 5 മണിക്കൂർ കുതിർത്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇനിയിപ്പോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 5-6 വിസിൽ കൊടുത്തിട്ട് വെക്കും. പിന്നെ വേണ്ടത് നല്ലോണം ഉള്ളി വേണം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഉള്ളി എരിശ്ശേരിയാണ്. അപ്പോൾ ഒരു 10, 25, 30 ഉള്ളി, ചെറിയ ഉള്ളി തന്നെ എടുക്കുക. എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കുക കേട്ടോളൂ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോളൂ. ഇനി നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, എരിശ്ശേരിയിൽ നമ്മൾ ആദ്യം പയർ വേവിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മത്തൻ അതിലേക്ക് ഇടണം. അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നീട് അത് രണ്ടും കൂടി വേവിക്കണം. എന്താ വെച്ചാൽ പ്രോസസ്സ് ഓരോന്നായിട്ടാണ്. പിന്നെയാണ് നമ്മൾ അരപ്പ് ചേർക്കണം. ഇവിടെ അതല്ല. എന്താ വെച്ചാൽ ഉള്ളി പെട്ടെന്നാവും. അപ്പൊ നമ്മൾ ഇനി അത് വിസിലൊക്കെ പോയി, അത് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുമ്പോൾ നമ്മുടെ മസാല, അതായത് നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കണം. എന്നിട്ട് ഒക്കെ കൂടി ഇട്ടിട്ടാണ് നമ്മൾ തിളപ്പിക്കണത്. ബിക്കോസ് ഒരു തിള മതി. നമ്മുടെ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നല്ല ജീരകം, എവിടെ ഇത്, കുറച്ച് നല്ല ജീരകം ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം, പുളിനാക്കണ്ട, ഇതിനെ അരച്ചെടുക്കുക. 6 വിസിൽ കഴിഞ്ഞ് എടുക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ള വെള്ളപ്പയറാണ് കിട്ടുക. വെള്ളം നമുക്ക് ഇതിന്ന് ഊറ്റി വയ്ക്കാം. ഈ വെള്ളത്തോടു കൂടി വെച്ചാൽ നമ്മുടെ എരിശ്ശേരി കൊളാവും. അപ്പം ഇത്രയും ലൈറ്റ് വെള്ളം അതിൽ ബാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇടാം കേട്ടുള്ളൂ. ഓക്കെ, ഇനി ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒലിമ്പി ഒഴിക്കണതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ നിന്ന് തന്നെ എടുക്കാം. എന്നാലും വെറുതെ വീണ്ടും വേറെ വെള്ളം ഒഴിക്കണ്ട. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ തുടങ്ങാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്.
ഇനി ഇത് വേവട്ടെ. ഒരു പൊടിക്ക് മിക്സി ഒലുമ്പി ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കുക. ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇതാവണ സമയം കൊണ്ട് വറുത്തരാനുള്ളത് നോക്കാം കേട്ടോ. ഇനി ഇതും പറഞ്ഞുതരാം. ഇതൊരു കൂട്ടാൻ പോലെയാണ് വെക്കണത്. ഒഴിച്ചു കൂട്ടാൻ പോലെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം. ഇപ്പോൾ ഇത് നമ്മൾ തൊടാൻ വേണ്ടി മാത്രമായതുകൊണ്ട് അപ്പുറത്തെ എൻ്റെ തക്കാളി വെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതാവട്ടെ. അപ്പുറത്ത് അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടുക, പച്ചൽ മുളകിടുക, നല്ലോണം കരിവേപ്പില ഇടുക. ശരി, നല്ല കരിവേപ്പില കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് കൂട്ടുകാരി. പക്ഷെ അപ്പോഴും എടുത്ത് കഴിക്കാൻ പറ്റില്ല. നല്ല മൂത്ത കരിവേപ്പില. ഇനി തേങ്ങ നല്ലോണം തേങ്ങയിട്ടോട്. ഞാനൊരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. വലിയ കപ്പിന് ഒരു കപ്പ്. അമ്മയൊക്കെ എന്താ പറയുക അറിയോ? കൂട്ടുകറിക്ക് ആ ഉണ്ടാക്കിയ സംഭവം ഇതിലേക്ക് ഒഴിക്കണം. ഉണ്ടാക്കിയ കൂട്ടാൻ ഇതിലേക്ക് ഇടണം. എരിശ്ശേരിക്ക് എപ്പോഴും ഇതിനെ അതിലേക്ക് ഇടണം. അങ്ങനെയാണ് അത്ര മുത്തശ്ശി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ബ്രൗൺ ആവട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഉള്ളി കറക്റ്റായിട്ട് ആവുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഈ ഫുള്ളായിട്ടുള്ള ഉള്ളി കണ്ടോ, ഉടയ്ക്കണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കഴിക്കാൻ കിട്ടണം. വേവണേ ഉള്ളൂ, അധികം വെന്തിട്ടില്ല. കറക്റ്റായിരിക്കും അതാവുമ്പോഴേക്കും. സിമ്മിൽ വെച്ചിട്ട് അതാവട്ടെ. അപ്പം നമ്മളത് ആയിട്ടുണ്ട്. ഞാൻ സൈഡായിട്ട് വെക്കണത് കൊണ്ടാണ് ഇത്രയും കട്ടിക്ക് വെക്കണത്. കൂട്ടാനായിട്ട് വെക്കുകയാണെങ്കിൽ ഇതാക്കിക്കോളും കേട്ടോ. ഇത് ഓഫ് ചെയ്യണം. വറുത്തായിക്കൊണ്ടിരിക്കണു, വറുത്തുകൊണ്ടിരിക്കുകയാണ്. സിമ്മിലെ വെച്ചിട്ടു. ഞാൻ കൈ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ നല്ല പുളിയുറുമ്പിൻ്റെ കളറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നിർത്താം. ഇനി ഇത് കുറച്ച് ഞാൻ ബാക്കി വയ്ക്കും. മുകളിൽ ഗാർണിഷിന് ബാക്കി എല്ലാം അതിലേക്ക് ഇടാം കേട്ടോ. ഇതിലേക്ക് ഇടാം. എന്താ വേണം, ഉള്ളിയൽശ്ശേരി വെക്കാനോ വേണം കേട്ടോ. നോക്കേ സൂപ്പറായിട്ട്. ഞാൻ സെർവ് ചെയ്യട്ടെ. കറക്റ്റായിട്ടുണ്ട് കണ്ടോ. കറക്റ്റായിട്ട് ഇളക്കുക. നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ആ വെള്ളത്തിൻ്റെ പാകം കറക്റ്റായിട്ടുണ്ട്. കുത്തി ഇളക്കരുത്. ആ ഉള്ളിയൊക്കെ അതുപോലെ തന്നെ കാണണം. ഇനി സെർവ് ചെയ്യാം. അപ്പോൾ വിളമ്പാ നല്ല മുളകോർത്ത പുളിയോ പുളിപ്പുള്ള വല്ല കൂട്ടാൻ. അപ്പോഴേ ഈ എലിശ്ശേരി നന്നായിരിക്കുള്ളൂ. സൂപ്പർ ഉള്ളി എലിശ്ശേരി റെഡിയോ റെഡി. ഇനി ഞാൻ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറവ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫുള്ളായിട്ട് ഇട്ടോളി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇടുകയാണ്.
എന്തായിരിക്കും കഴിക്കാൻ? എൻ്റെ അമ്മോ ഭഗവാനെ, ആലോചിക്കാൻ വയ്യ. പെർഫെക്റ്റ്. നമ്മുടെ ഉള്ളി എലിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. ഇനി ചോറും തക്കാളി വെള്ളവും ഉള്ളി എലിശ്ശേരിയും കൂടി കഴിക്കാം. അപ്പോൾ ചോറും തക്കാളി വെള്ളവും ഈ പുളിപ്പിൻ്റെ കൂടെ നമ്മുടെ ആ ഉള്ളി എലിശ്ശേരി സൂപ്പറായിരിക്കും. ഇത് കണ്ടോ, പിന്നെ ഡ്രൈ ആയിട്ട്. നല്ലോണം ഇത്തിരി ഉള്ളി എലിശ്ശേരി. നമ്മുടെ ലഞ്ച് റെഡിയാണ്. നമുക്കിനി കഴിക്കാം. ഓക്കേ, നന്നായിട്ട് തക്കാളി വെള്ളം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളി എലിശ്ശേരി, വാ. നാടൻ അന്തസ്, സൂപ്പർ. മലവർത്തപ്പുളിൻ്റെ കൂടെ നന്നായിരിക്കും, മോരും ചോറിൻ്റെ കൂടെ നന്നായിരിക്കും. പുളിയില്ലാത്ത കൂട്ടാനല്ലേ. വാവ്. ഓരോ വായും എന്താ പറയുക, ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. അമേസിങ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Vinny's Kitchen.